കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം ഒരു ദിവസം കൂടെ അവസരം തന്നല്ലോ, അനുവാദം തന്നല്ലോ. ഞാൻ നിറഞ്ഞ മനസ്സോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കളെയും സഹോദരി സഹോദരന്മാരെയും കർത്താവിൻ്റെ ദാസിദാസന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ചില മണിക്കൂറുകൾ ചിന്തിക്കുവാൻ ഞാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. ഒപ്പം നിങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കാം. കർത്താവ് അപ്പം നുറുക്കിയ സന്ദർഭത്തിൽ 1.5 കിലോമീറ്റർ അപ്പുറേ നിന്നവൻ അപ്പം കിട്ടിയില്ല. കർത്താവ് അപ്പം വാഴ്ത്തിയ സന്ദർഭത്തിൽ 1/2 കിലോമീറ്റർ അപ്പുറേ നിന്നവൻ കർത്താവ് വാഴ്ത്തിയതിൻ്റെയും നുറുങ്ങിയതിൻ്റെയും മഹത്വം കണ്ടില്ല. അത് കണ്ടുവെങ്കിൽ അതടുത്ത് നിന്നവരിലേക്കും അതടുത്ത് നിന്നവർക്കും അവൻ ചെയ്ത പ്രവർത്തികളിലേക്ക് നോക്കിയവർക്കുമാണ്. അത് ലഭിച്ചുവെങ്കിൽ കർത്താവ് ഇങ്ങനെ അപ്പം നുറുക്കിയായിരുന്നു എന്ന് കേട്ടവർക്കല്ല, അപ്പം നുറുക്കിയത് കണ്ടവർക്കാണ് ലഭിച്ചത്. ലഭിച്ചത് കണ്ടവർക്കാണ്, കാണാൻ താല്പര്യപ്പെട്ടവർക്കാണ്, ആ യോഗത്തിൽ സംബന്ധിച്ചവർക്കാണ്. എന്നാൽ കണ്ട ആർക്കും ലഭിക്കാതെ ഇരുന്നില്ല. ഞാൻ ആത്മാവിലാണ് ഈ ഒരു സന്ദേശം, ഞാൻ ഈ ഒരു പ്രവചന ശബ്ദം ഞാൻ കൈമാറുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ഇന്നത്തെ ഈ സബ്ജക്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് തയ്യാറായ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്പം എൻ്റെ ഉള്ളത്തിൽ തന്ന ഒരു ചിന്തയാണ്. കണ്ടവർക്ക് ലഭിക്കാതെ ഇരുന്നില്ല, കേട്ടവർക്ക് ലഭിക്കാതെ ഇരുന്നു. കണ്ടവർക്ക് ലഭിക്കാതെ ഇരുന്നില്ല, കേട്ടവർക്ക് ലഭിക്കാതെ ഇരുന്നു. 1.5 കിലോമീറ്റർ അപ്പുറം നിന്നവർ അപ്പം കഴിച്ചിട്ട് പോയ സന്ദർഭത്തിൽ എവിടെ പോയതാ സഹോദര എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഒരു യോഗം 3 ദിവസം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത്രടം വരെ ഒന്ന് പോയി വചനം കേൾക്കാനായിട്ടിരുന്നത്. 3 ദിവസം പോയതറിഞ്ഞില്ല. അവൻ തന്ന ഭക്ഷണവും കഴിച്ചു, ബലത്തോടെ എൻ്റെ വീട്ടിലേക്ക് പോകയാന്ന് പറഞ്ഞു. ആ സാക്ഷ്യം കേട്ടവന് അപ്പം കഴിച്ചതിൻ്റെ രുചിയോ നിറവോ അനുഭവിക്കാൻ പറ്റിയില്ല, പക്ഷെ സാക്ഷ്യം കേട്ടു. എന്നാൽ ആ യോഗത്തിൽ സംബന്ധിച്ചവൻ കണ്ടു, അതവൻ വാങ്ങി, അവൻ ഭക്ഷിച്ചു, അവനെ നിറഞ്ഞു. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ ആത്മാവ് യാദർശികമായിട്ടായിരിക്കാം നിങ്ങൾ കയറിയത്, പക്ഷെ ദൈവത്തിനല്ലതാനും ദൈവാത്മാവ് കൊണ്ടുവന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ കാണുന്ന ഈ ശുശ്രൂഷയിൽ നിന്ന്, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ശുശ്രൂഷയിൽ നിന്ന് നീ കാണുന്നത് കേട്ടിട്ട് പോകാൻ പോകുന്നില്ല, നീ കാണുന്നത് കൊണ്ടുപോകാൻ പോകുകയാണ്. നീ കാണുന്നത് വാങ്ങി ഭക്ഷിക്കാൻ പോവുകയാണ്. നീ കാണുന്നത് വാങ്ങി ഭക്ഷിച്ച് നിറയാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ ഈ പ്രവചന ശബ്ദം റിലീസ് ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ മാത്രം യേശുവിൻ്റെ നാമത്തിൽ ഇത് സ്വീകരിക്കുക. കാണുന്നവർ ഈമൻ, കാണുന്നവർ ഇത് വാങ്ങും, വാങ്ങുന്നവർ ഇത് ഭക്ഷിക്കും, ഭക്ഷിക്കുന്നവന് നിറയും. In the name of Jesus, glory to God. അതുകൊണ്ട് കാണുന്ന എല്ലാ ദൈവമക്കളും വളരെ പ്രത്യാശയോടും പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ ഇന്നത്തെ ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തെ ആകെ മൊത്തം മാറ്റുന്നതോടൊപ്പം നിങ്ങളെന്ന വ്യക്തി തന്നെ മാറാൻ പോവുകയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മാറ്റം ഉണ്ടാകുക? മാറ്റം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ, ദൈവത്തിൻ്റെ ലീഡർഷിപ്പിൻ്റെ കീഴിൽ നിൽക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് മാറ്റം ഉണ്ടാകുക. ഒരു വ്യക്തിയുടെ മാറ്റത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് അവന് സ്പിരിച്വലി മാത്രമുള്ള ഒരു മാറ്റത്തെക്കുറിച്ചല്ല. സ്പിരിച്വലിയും ഫിസിക്കലിയും ഫിനാൻഷ്യലിയും പൂർണ്ണമാകുന്ന നിലകളിൽ ഒരു മാറ്റം ദൈവാത്മാവിൻ്റെ ലീഡർഷിപ്പിൽ ജീവിക്കുന്ന, വിശ്വസിക്കുന്ന, നടക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. കേവലം നമ്മളെ ആത്മീകമായി മാത്രം അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എന്നാൽ യഹോവ ഭക്തരെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ച തിരുവെഴുത്താകുന്നു വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആദ്യം ദൈവം ഒരു വ്യക്തിയെ സന്ദർശിച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന് മാറ്റം വരുന്നത് അവൻ്റെ ഹൃദയത്തിനാണ്.
ഒരു വ്യക്തിയുടെ ഹൃദയത്തിന് മാറ്റം വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 10-ാമത്തെ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 10-ാമത്തെ അധ്യായം. ഇച്ചിരി നീളമുണ്ട്, അതിന് കുറച്ച് കൂടുതലുണ്ട്. എങ്കിലും ഞാനത് വായിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ മീറ്റിങ്ങിൻ്റെ സമയം അല്പം കുറവായതുകൊണ്ട് ഞാൻ മുഴുവനും വായിക്കുന്നില്ല. ഞാനതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 10-ാമത്തെ അധ്യായം, ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 10-ാമത്തെ അധ്യായം. പക്ഷെ നിങ്ങൾ 1 മുതൽ വായിച്ച് നോക്കുന്നത് നല്ലതാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യങ്ങൾ, 6-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം. 6-ാമത്തെ വാക്യം: യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. ദൈവം നിന്നോട് കൂടെ ഉണ്ട്. എന്നാൽ നീ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടു പിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്നു തന്നെ സംഭവിച്ചു. അവർ അവിടെ ഗിരിയിങ്കൽ എത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെ എതിരേറ്റു വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അവനെ മുമ്പേ അറിഞ്ഞവരൊക്കെയും അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ കീശിൻ്റെ മകൻ എന്ത് സംഭവിച്ചു? ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ജനം തമ്മിൽ പറഞ്ഞു. 2 പ്രാവശ്യം ജനം തമ്മിൽ പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ നീ ഒരു സംസാര വിഷയമായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നാൽ നിങ്ങളൊരു സബ്ജക്റ്റ് ആയിരിക്കും. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ദൈവാത്മാവ് ശക്തിയോടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ നിങ്ങളൊരു സംസാര വിഷയം ആയിരിക്കും. ഇവിടെ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ കീശിൻ്റെ മകനാണ്. കീശിൻ്റെ മകനായിരുന്നപ്പോൾ ശൗൽ ഒരു സംസാര വിഷയമായിരുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ മകനായി തീർന്നപ്പോൾ ശൗൽ ഒരു സംസാര വിഷയമായി. കീശിൻ്റെ മകനായിരുന്നപ്പോൾ ശൗൽ ഒരു പരിഹാസപാത്രമായിരുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ മകനായി തീർന്നപ്പോൾ ശൗൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്ന പ്രവർത്തികൾ നിമിത്തം പ്രാകൃത മനുഷ്യൻ, കാഴ്ചക്കാർ, കാണിക്കാർ, ദൈവശക്തിയും ശബ്ദവും നിയോഗങ്ങളും നിയന്ത്രണങ്ങളും എന്തെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാത്ത ഒരു കൂട്ടർ പരിഹസിച്ചു ചോദിച്ചു തുടങ്ങി, കീശിൻ്റെ മകൻ എന്തു പറ്റി? കീശിൻ്റെ മകൻ എന്തു സംഭവിച്ചു? കീശിൻ്റെ മകൻ ഇത് എന്താ പറ്റിയത്? ഇവൻ കൂട്ടം വിട്ട് ഈ കൂട്ടത്തിലേക്ക് ചേർന്നു. ഇവൻ അവൻ്റെ അപ്പനെ വിട്ട് ഇവരുടെ കൂടെ ചേർന്നു. ഇവൻ സ്വന്തം ഗണം വിട്ട് ഈ ഗണത്തിൻ്റെ കൂടെ ചേർന്നു. ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലോ? ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിയോഗത്തോടുകൂടെ ഈ സന്ദേശം വിവരിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറയുന്ന ഒരു വാക്കുണ്ട്. എടാ, നമ്മുടെ ഈ മീറ്റിങ്ങിനകത്ത് കൂടിയിരിക്കുന്നവരിലും ഉണ്ട് ഇതുപോലെ ദൈവത്തിൻ്റെ മകനും മകളും ആയതിനു ശേഷം ഒരു സംസാര വിഷയമായ ചിലത്, ദൈവത്തിൻ്റെ കൂട്ടത്തിലായതിനു ശേഷം പരിഹാസപാത്രങ്ങളായ ചിലത്, ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് തൊട്ടതിന് ശേഷം
പരിഹസിക്കപ്പെടുന്ന ചിലത്. പക്ഷെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ സംസാര വിഷയമാക്കാൻ അല്ല ദൈവം നിന്നെ ആ കൂട്ടത്തിൽ ഇടുന്നത്. ദൈവം നിന്നെ ആ കൂട്ടത്തിൽ ഇട്ടതിൻ്റെ പിന്നിൽ പുതിയ പല നവീകരണ പ്രവർത്തികളും ദൈവം നിന്നിൽ ചെയ്യാൻ പദ്ധതിയിട്ടിട്ട് തന്നെയാണ്. ആമേൻ. ശൗലിന് ഈ പരിഹാസമേക്കുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ശൗൽ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുൻപേ കർത്താവ് ചെയ്തൊരു മഹനീയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പുതിയൊരു ഹൃദയം കൊടുത്തു. ശൗലിന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ റിയലൈസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ഓവർകം ചെയ്യണമെങ്കിൽ ശൗലിന് ആവശ്യം ഒരു പുതിയ ഹൃദയമാണ്. ഇതൊരു വലിയ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാനത് ചിന്തിക്കുന്നു. ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കുക, ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ശമൂവേലിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്നുള്ളതല്ല, പക്ഷെ ദൈവം അഭിഷേകം ചെയ്യാൻ നിയോഗിച്ചു. ശമൂവേലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അന്നേരം ഒന്നും ഒരു പുതിയ ഹൃദയം ശൗലിന് വരും ഇതൊന്നും പറയുന്നില്ല. പക്ഷേ പ്രവാചക അഭിഷേകം, പ്രവാചക ആത്മാവ് ശൗലെന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ ആക്ടിവേറ്റ് ആയി തുടങ്ങുന്നതിന് തൊട്ടു മുൻപേ ദൈവം ഒരു പുതിയ ഹൃദയം ശൗലിന് കൊടുക്കുന്നു. ദൈവം ഒരു ശുശ്രൂഷ, ഒരു കൃപ, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്, അഭിഷേകം, നിയോഗം, കൃപാവരപ്രാപ്തി, സ്വഭാവം, ദർശനം, വെളിപ്പാട്, ആലോചന, ആഗ്രഹം, ഇതൊക്കെ നമ്മളിൽ നിക്ഷേപിക്കുന്ന ഒരു സമയമുണ്ട്. ഈ നിക്ഷേപിക്കുന്ന കാര്യങ്ങൾ സ്വരൂപിച്ചു വെക്കുന്നത് പേപ്പർ ബാഗിനകത്തല്ല, ക്യാരി ബാഗിലല്ല, ബാക്ക് പാക്കിലല്ല, ട്രാവൽ ബാഗിലല്ല, ബുദ്ധിയിലല്ല, അത് ഹൃദയത്തിനകത്താണ്. നിനക്കിത് കൊണ്ട് നടക്കണമെങ്കിലും, നിനക്ക് നശിപ്പിക്കണമെങ്കിലും ഇത് ഈ ഹൃദയം വിചാരിക്കണം. ദൈവം പകർന്ന അഭിഷേകം ശമൂവേലിലൂടെ പകർന്ന അഭിഷേകം ക്യാരി ചെയ്യണമെങ്കിലും നിലനിർത്തണമെങ്കിലും ഹൃദയം അനുവദിക്കണം. ദൈവം പുതിയൊരു ഹൃദയം കൊടുത്തു എന്ന് ഒരു ഭംഗിവാക്കിനോ അതിശയോക്തിക്കോ വേണ്ടി അവിടെ എഴുതി വെച്ചേക്കുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനയാണെങ്കിലും വരങ്ങളാണെങ്കിലും കൃപകളാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും ഇതെല്ലാം സൂക്ഷിക്കണമെങ്കിൽ ഒരു നല്ലൊരു ഹൃദയം നമുക്ക് വേണം. നമ്പർ 2, ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടു പിരിഞ്ഞപ്പോൾ അവന് പുതിയൊരു ഹൃദയം ലഭിച്ചു. ദൈവനിയോഗപ്രകാരവും ദർശനപ്രകാരവുമാണ് ശമൂവേൽ ശൗലിൽ നിന്ന് മറ്റു ചില പ്രവൃത്തികൾക്കായിട്ട് 7 ദിവസത്തേക്ക് മാറുന്നത്. അഭിഷേകം ചെയ്തിട്ട് എല്ലാ കാലവും അഭിഷേകം ചെയ്യാൻ ദൈവം ഉപയോഗിച്ച വ്യക്തി നമ്മുടെ കൂടെ കാണണമെന്നില്ല. ദൈവം നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു സമയമുണ്ട്. ദൈവം നമ്മെ സെപ്പറേറ്റ് ചെയ്യുന്നൊരു സമയം, ഒറ്റയ്ക്ക് നിർത്തുന്നൊരു സന്ദർഭങ്ങളുണ്ട്. പലർക്കും പ്രയോജനമുള്ള മെസ്സേജാണ്, പക്ഷെ എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ എടുക്കേണ്ട പോലെ എടുത്താൽ നല്ലത്. എനിക്ക് തന്നെ അറിയാം, ഇന്നത്തെ ഈ മെസ്സേജ് എന്നെയും കൂടെ തൊടാൻ പോകുന്ന മെസ്സേജാണ്. അഭിഷേകം ചെയ്ത ശമൂവേൽ പറഞ്ഞു, ഞാൻ എന്നേക്കുമായിട്ട് മാറുന്നതല്ല, ഒരു 7 ദിവസം നീ കാത്തിരിക്കണം. എനിക്ക് മറ്റ് ചില ആലോചനകൾ എന്ത് നീ ചെയ്യണമെന്ന് എനിക്ക് നിന്നോട് പറഞ്ഞു തരാനുണ്ട്. പക്ഷെ 7 ദിവസം ഞാൻ പറയുന്നിടത്ത് നീ കാത്തിരിക്കണം. ഈ കാത്തിരിക്കുന്നവർ പ്രാപിക്കുന്ന ഒരു ദൈവവിളിയുണ്ട്.
കാത്തിരിക്കുന്നവർ പ്രാപിക്കുന്ന വാഗ്ദത്തവുമുണ്ട്. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടു പിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. എന്തിനാ ദൈവം വേറൊരു ഹൃദയം കൊടുത്തത്? ശമൂവേൽ മാറിയതിന് ശേഷം ശൗൽ ഫേസ് ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മളെ ദൈവം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചില സിറ്റുവേഷനിൽ നിർത്തും എന്ന് നമുക്ക് തോന്നും. അത് ശരിയാണ്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ദൈവം നമ്മളെ നിർത്തും. പക്ഷേ അതിനെയൊക്കെ സർവൈവ് ചെയ്യാൻ കഴിയത്തക്ക ഒരു കാലിബറും ഒരു കഴിവും ഒരു പൊട്ടൻഷ്യലും എന്തോ ഒരു വല്ലാത്ത ഒരു എന്താ പറയുക അതിന്, ഒരു ഭയങ്കരമാകുന്ന ഒരു 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 കഴിവൊക്കെ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഫീൽ ചെയ്തിട്ടില്ലേ? എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഈ പ്രശ്നം ഓവർകം ചെയ്തു, ഞാൻ എങ്ങനെ ഈ കേസ് ഹാൻഡിൽ ചെയ്തു, എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ സമയം വർക്ക് ചെയ്യുന്നത് എൻ്റെ ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അന്നേരം എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു. അന്നേരം എനിക്ക് അങ്ങനെ പറയാൻ തോന്നി, അങ്ങനെ പറഞ്ഞു. അന്നേരം എനിക്ക് അതാണ് ശരിയെന്ന് തോന്നി, ഞാൻ ചെയ്തു. ശമൂവേലും ഇതേ പറഞ്ഞുള്ളൂ. അന്നേരം നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്തു കൊള്ളുക. ദൈവം നിന്നോട് കൂടി ഇരിക്കും, യഹോവ നിന്നോട് കൂടി ഇരിക്കും. ഈ ഒറ്റപ്പെടലിൻ്റെ സന്ദർഭങ്ങൾ അനുഭവിക്കുന്ന, അവസ്ഥകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരെന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. എനിക്കത് പ്രവചിച്ചു പറയേണ്ട കാര്യമില്ല. എനിക്ക് വചനം അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, ആരും ഇല്ലഞ്ഞിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരും ഉണ്ട്, എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരും ഉണ്ട്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നിങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ ദൈവം ഒറ്റപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് ആശയങ്ങൾ എനിക്ക് അതിനകത്ത് പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ എനിക്ക് കൈമാറാനുണ്ട്. ഒന്ന്, നിന്റെ ഒറ്റപ്പെടൽ എല്ലാ കാലത്തേക്കുമല്ല. 7 ദിവസമാണ് ശൗലിനോട് ഒറ്റയ്ക്ക് നീ കാത്തിരിക്കണമെന്ന് ശമൂവേൽ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ട് ഒറ്റപ്പെടൽ വരും. 2, സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ കൊണ്ടുവരും. ഇത് രണ്ടായാലും ഇത് എല്ലാ കാലത്തേക്കും വേണ്ടിയിട്ടല്ല. ദൈവം അനുവദിക്കുന്ന ഒറ്റപ്പെടൽ നിന്നിലേക്ക് പുതിയ ചില കാര്യങ്ങൾ ദൈവത്തിന് വച്ചു പിടിപ്പിക്കാനാണ്. നിങ്ങൾ ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നവർ, കൊത്തുപണി ചെയ്യുന്നവർ, നിങ്ങൾ ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവരെല്ലാം കൂടെ നമ്മളിങ്ങനെ അങ്ങ് തടവി ഇറക്കുന്ന പോലെ അല്ല അവരൊരു വിഗ്രഹം ഉണ്ടാക്കുന്നത്. അവരൊരു മുഖത്തിൻ്റെ മിനുക്കുപണി അല്ലെങ്കിൽ മുഖപ്പണിയാണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരത് മാത്രം ഫോക്കസ് ചെയ്യും. പുരികമാണ് കൊത്തിച്ചീകി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ പുരികം മാത്രം ഫോക്കസ് ചെയ്ത് പുരികത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ കണ്ണിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ കണ്ണിൻ്റെ പീലിയുടെ വർക്ക് തുടങ്ങും. പിന്നെ മൂക്കിൻ്റെത് തുടങ്ങും. പിന്നെ ചുണ്ടിൻ്റെത് തുടങ്ങും. ഇങ്ങനെ അവർ വിഗ്രഹപ്പണി ചെയ്യുന്നത് നമ്മളത് നോക്കി നിന്നാൽ അറിയാൻ പറ്റും. അവർ വളരെ എഫിഷ്യൻ്റായിട്ട് അത് കൊത്തി ചെത്തി മിനുക്കി കൊണ്ടുവരും. ലാസ്റ്റാണ് ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴും ഒരു തടകി ഇറക്കുന്ന പണിയല്ല ദൈവം ചെയ്യുന്നത്. ഒറ്റ സ്ട്രിപ്പിൽ കാര്യം നടക്കണം, ഒറ്റ സ്ട്രെച്ചിനകത്ത് കാര്യം നടക്കണമെന്നുള്ള രീതി അല്ല ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. അനുവദിക്കണം. പണിയാനും വിശ്വസിക്കാനും കീഴ്പ്പെടാനും ഒക്കെ അനുവദിക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും തന്നെയാണ് കാത്തിരിക്കണം. വിശുദ്ധ ബൈബിളിൽ കാത്തിരിക്കണമെന്ന് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. കാത്തിരിക്കണം. ഇപ്പം എന്നെ പലരും കണ്ണു മുഴപ്പിച്ച് ഇപ്പം ചോദിക്കും, കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പാസ്റ്ററേക്കാൾ പ്രായമുണ്ട് എൻ്റെ കാത്തിരിപ്പിനെന്ന് പറയും. ഓക്കെ, അങ്ങനെയുള്ളവരോട് തല്ലുകൂടാൻ ഞാനില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, കാത്തിരിപ്പിന് മറുപടിയുണ്ട്. ആരൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാലും ഞാൻ പറയും മറുപടി ഉണ്ട്. ശരി, അവിടെ ഞാൻ വിടുകയാണ്. അപ്പോൾ ശമൂവേലും ശൗലിനോട് പറഞ്ഞു, മോനെ നീ കാത്തിരിക്കണം, 7 ദിവസം കാത്തിരിക്കണം. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടു പിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. അവിടെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട്. ദൈവം വേറൊരു ഹൃദയം കൊടുത്തതിൻ്റെ പിന്നിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ദൈവാത്മാവിന് ശൗലിൻ്റെ മേൽ ശക്തിയോടെ ഇറങ്ങുവാൻ കഴിയണം. ഹൃദയത്തിൻ്റെ രൂപാന്തരം ദൈവാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങുന്നതിനും അതിലൂടെ അവനെ ദൈവത്തിന് ഉപയോഗിക്കുന്നതിനും വളരെ പ്രാധാന്യമുണ്ട്. പുതിയ ഒരു ഹൃദയം എന്ന് പറയുമ്പോൾ
പുതിയ നിയമത്തിൽ നമുക്കൊരു വചനം കിടപ്പുണ്ട്, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുമാറില്ല. ശൗലിനെ കീശിന്റെ മകനായി പരിചയപ്പെട്ടവരാരും ശൗൽ പ്രവചിച്ച് കണ്ടിട്ടില്ല. ശൗലിനെ കീശിന്റെ മകനായി കണ്ടവരാരും ശൗൽ പ്രവചിച്ച് കണ്ടിട്ടില്ല. കീശു വളർത്തിയ രീതിയിലല്ല ശൗൽ ഇന്ന് പ്രവചിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും ശൗൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നത്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, അപ്പനമ്മമാർ വളർത്തുന്ന നിലവാരത്തിലല്ല ദൈവം ഒരു വ്യക്തിയെ വളർത്തുന്നത്. അപ്പനമ്മമാർ നടത്തുന്ന രീതിയിലല്ല സ്വർഗത്തിലെ അപ്പൻ ഒരുവനെ നടത്തുന്നത്. അപ്പനമ്മമാരുടെ കയ്യിൽ വളർത്താൻ ഏൽപ്പിച്ചതിന് ശേഷം ദൈവം ഒരുവനെ ഏറ്റെടുക്കുന്നത് മുതൽ അവൻ്റെ ജീവിതം ആകെ മൊത്തം ഒരു ഹെവൻലി കിങ്ഡത്തിൻ്റെ കൾച്ചറായി മാറും. കീശിന്റെ മകനായി കണ്ടവർക്ക് ശൗലിനെ പരിചയമുണ്ട്, പക്ഷേ അഭിഷിക്തനായ ശൗലിനെ പരിചയമില്ല. നിന്റെ നിലവാരത്തെ ദൈവത്തിന് മാറ്റണമെങ്കിൽ ഒരു പുതിയ ഹൃദയത്തിനു വേണ്ടി നിങ്ങൾ ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ മിനിസ്ട്രിക്കകത്തൊരു മാറ്റം വരണമെങ്കിൽ ഒരു പുതിയ ഹൃദയത്തിനു വേണ്ടി നിങ്ങൾ ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ശമൂവേല് പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ ശൗലിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന്, കാരണം ശമൂവേൽ എല്ലാം പ്രവചിച്ചു പറയാണ്, നീ ഒരു കൂട്ടത്തെ കാണും, നീ ഇന്ന വ്യക്തി. അത് നിങ്ങൾ 10-ാമത്തെ അധ്യായം 1 മുതൽ വായിച്ചു തുടങ്ങുമ്പോൾ അറിയാം. ശമൂവേൽ പ്രവചിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രവചനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, എനിക്കറിയാം. നിങ്ങൾ പ്രവചനം വിശ്വസിക്കുന്ന വ്യക്തിയാണ്, എനിക്കറിയാം. ഞാനും അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പ്രവചനം നടക്കണമെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ഒരു പ്രവചനം നടക്കണമെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. ഇതുവരെ ശമൂവേൽ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം നടന്നു. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടൊരു പ്രധാനപ്പെട്ട ഒരു പ്രവചന ശബ്ദം ശൗലിന്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ശമൂവേലുമായിട്ടുള്ളൊരു അസോസിയേഷൻ കൊണ്ട് നടക്കത്തില്ല. നിങ്ങൾക്ക് ദൈവവുമായിട്ടും ബന്ധമുണ്ട്, ദൈവദാസന്മാരുമായിട്ടും ബന്ധമുണ്ട്. എന്നാൽ ദൈവവുമായിട്ട് ബന്ധമുണ്ടായിട്ടും ദൈവദാസന്മാരുമായിട്ട് ബന്ധമുണ്ടായിട്ടും നടക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ബുദ്ധിമുട്ട് വരുത്തിയോ ആ വാക്ക്? ക്ലിയർ ചെയ്യുക. എനിക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് ദൈവദാസന്മാരുമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് സാധാരണക്കാരുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. ഞാൻ എല്ലാവരുമായിട്ട് നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഓവറാകാറില്ല. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ടും ഞാൻ നല്ല ചിരിച്ച മുഖത്തോടെ സ്നേഹത്തോടെ വർത്തമാനം പറയുന്ന ഒരാളാണ്, സഹകരിക്കുന്ന ആളാണ്. അധികം ആകാറുമില്ല. ഒന്നും അധികം ആകാതിരിക്കുന്നതാണല്ലോ നല്ലത്. ആ ദൈവമക്കളോടും അധികം ഇല്ല, സാധാരണക്കാരോടും അധികം ഇല്ല, എല്ലാം ലിമിറ്റായിട്ട് മാത്രം. എനിക്കതാണ് ഇഷ്ടം. ഞാൻ ദൈവത്തിൻ്റെ ആളാന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തിൻ്റെ ആളാണ്, സംശയമില്ല. പക്ഷേ എനിക്ക് തോന്നിയ രീതികളിൽ ഞാൻ ജീവിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിലെ പ്രവചന ശബ്ദങ്ങൾ നടപ്പാകണം എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടും ഞാൻ ചർച്ചിൽ പ്രസംഗിച്ചിട്ടും ഒന്നും കാര്യമില്ല. ഇവിടെ ശമൂവേലുമായിട്ടൊരു അസോസിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടും, എന്നെ ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ അഭിഷേകം ചെയ്തതാണെന്ന് പറഞ്ഞിട്ടും ശൗലിന് നടക്കാത്ത ചില പ്രവചന ശബ്ദങ്ങളുണ്ട്. ആ പ്രവചന ശബ്ദങ്ങൾ നിറവേറാനും കൂടി വേണ്ടിയിട്ടാണ് യഹോവയായ ദൈവം ശമൂവേലിനെ വിട്ട് ശൗൽ പിരിഞ്ഞപ്പോൾ ഒരു പുതിയൊരു ഹൃദയം കൊടുത്തു എന്ന് പറയുന്നത്. പ്രവചന ശബ്ദങ്ങൾ, ദൈവശബ്ദങ്ങൾ, ദൈവിക ആലോചനകൾ, വാഗ്ദത്തങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ അവൻ്റെ ഹൃദയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഹൃദയത്തിനകത്ത് കപടമുള്ള ഒരു വ്യക്തി, ഹൃദയത്തിനകത്ത് കയ്പുള്ളൊരു വ്യക്തി, ഹൃദയത്തിനകത്ത് അശുദ്ധിയുള്ളൊരു വ്യക്തി, ഹൃദയത്തിനകത്ത് ദുഷ്കാമമുള്ളൊരു വ്യക്തി, ഹൃദയത്തിനകത്ത് വൈരാഗ്യമുള്ളൊരു വ്യക്തി, ഹൃദയത്തിനകത്ത് പക സൂക്ഷിക്കുന്ന ഒരു വ്യക്തി, ഹൃദയത്തിനകത്ത് മോശം കാര്യങ്ങൾ, ഗ്രീഡി ആയിട്ടുള്ളൊരു വ്യക്തി, പലതിനോടും ആർത്തി, അത്യാർത്തി, എന്താ പറയുക, നമുക്ക് ദൈവിക അൺഗോഡ്ലി ആയിട്ടുള്ളത് എന്തെങ്കിലും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക്, നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രവചന ശബ്ദം ജീവിതത്തിൽ നടന്നില്ല എന്ന് വാശി പിടിക്കാൻ കഴിയത്തില്ല.
ദൈവത്തോട് ചോദിച്ചിട്ടല്ല ശൗലിന് പുതിയൊരു ഹൃദയം കൊടുത്തത്, ദൈവം അറിഞ്ഞാണ് പുതിയൊരു ഹൃദയം കൊടുത്തത്. ഞാൻ അടുത്തൊരാലോചന കൈമാറുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ അനോയിന്റഡ് പേഴ്സൺ ആണെങ്കിൽ നീ ചോദിച്ചത് മാത്രമല്ല ഒരു ദൈവശബ്ദം നിന്റെ ജീവിതത്തിൽ നിറവേറാൻ കർത്താവ് വെച്ച് പിടിപ്പിക്കുക, നീ ചോദിക്കാത്തതും കൂടെ ദൈവം നിന്റെ ജീവിതത്തിൽ വെച്ച് പിടിപ്പിക്കും. ഒരു ദൈവിക ആലോചനയോ വാഗ്ദത്തമോ താങ്കളുടെ ജീവിതത്തിൽ നിറവേറണമെന്നുണ്ടെങ്കിൽ അതിന് എന്തൊന്നും കൂടെ നിങ്ങളോടുകൂടെ ആഡ് ഓൺ ചെയ്യണമോ അത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആഡ് ഓൺ ചെയ്തിരിക്കും. ഒരിക്കലും ശൗലിനോട് കർത്താവും പറഞ്ഞില്ല, ശമൂവേലും പറഞ്ഞില്ല, നിനക്ക് പുതിയൊരു ഹൃദയം വരും കേട്ടോ, പറഞ്ഞില്ല. പക്ഷെ മറ്റ് പല പ്രവചന ശബ്ദങ്ങൾ പറഞ്ഞു. നീ പ്രവചിക്കും ശൗൽ, നീ പ്രവചിക്കും, നിന്നെ ചില പ്രവാചകന്മാർ എതിരേറ്റു വരും, നീ പ്രവചിക്കും ശൗൽ പറഞ്ഞു. പക്ഷെ പുതിയൊരു ഹൃദയം കിട്ടുന്ന കാര്യം പറഞ്ഞില്ല. പക്ഷേ ശൗൽ എന്ന് പറയുന്ന മനുഷ്യന് പ്രവചിക്കണമെങ്കിൽ പുതിയൊരു ഹൃദയം ആവശ്യമായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ താങ്കൾക്ക് ഈ ആലോചന കൈമാറുമ്പോൾ ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ അനോയിന്റഡ് പേഴ്സൺ ആയി ഉയരാൻ കഴിയുന്നില്ല എന്നും, എന്തുകൊണ്ട് ഇത്രയും കാലത്ത് ഉപവാസത്തിന് മറുപടി കിട്ടുന്നില്ലെന്നും, എന്തുകൊണ്ട് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുമൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ കാരണം ഇവിടെ കിടക്കുന്നു. എന്തോ ഹൃദയത്തിനകത്ത് ഞാൻ ഇനിയും നീക്കം ചെയ്യേണ്ടതായിട്ടും എന്നിൽ ട്രാൻസ്പ്ലാന്റ് സംഭവിക്കേണ്ടത് ഹൃദയത്തിനാണ്, ലിവറിനല്ലെന്നും കിഡ്നിക്കല്ലെന്നും ഉറപ്പുണ്ടെങ്കിൽ ഈ ദൈവശബ്ദത്തിന് ഒരു ആമേൻ പറഞ്ഞു സ്വീകരിച്ചാട്ടെ. പുതിയൊരു ഹൃദയത്തിന് നിന്നെ പുതിയൊരു ശുശ്രൂഷകനാക്കാൻ പറ്റും. ഇത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടിട്ടാലും കൊള്ളാം. പുതിയൊരു ഹൃദയത്തിന് നിന്നെ പുതിയൊരു ശുശ്രൂഷകനാക്കാൻ പറ്റും. പുതിയൊരു ഹൃദയമുള്ളവർക്ക് പുതിയൊരു മനുഷ്യനാകാൻ പറ്റും. ഗ്ലോറി ടു ജീസസ്. ഇവിടെ ശൗൽ അഭിഷിക്തനാണെന്നുള്ളതല്ല വിഷയം. ശൗൽ ദൈവത്തിന്റെ കൃപാവര പ്രാപ്തനാകണമെങ്കിൽ പുതിയൊരു ഹൃദയം വേണം. എനിക്ക് ഹൃദയത്തെക്കുറിച്ച് കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷെ സമയം ഒട്ടും അനുവദിക്കുന്നില്ല. പുതിയൊരു ഹൃദയം വേണം ദൈവ പൈതലേ. എന്തുകൊണ്ടാണ് ഗിഫ്റ്റ് ആക്ടിവേറ്റഡ് ആകാത്തത്? എൻ്റെ ഹൃദയം ഒന്നും കൂടെ ശുദ്ധമാകാനുണ്ട്. ഒബ്വിയസ്ലി എൻ്റെ ഹൃദയം കുറെ കൂടെ ശുദ്ധമാകാനുണ്ട്. പാസ്റ്റർ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ, ഞങ്ങളൊക്കെ പണ്ടേ ഇന്ന ഇതിനകത്ത് ജനിച്ച് വളർന്നവരാ, ഞങ്ങളോടാണോ ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് പറയുന്നവർ ദയവായി എൻ്റെ ഈ വാക്കുകൾ ക്ഷമിച്ചാലും ഞാൻ മനസ്സിലാകുന്നു എൻ്റെ ഹൃദയം ഇനി ശുദ്ധമാകാനുണ്ടെന്ന്. എനിക്കത്രേ പറയാൻ അറിയൂ. എൻ്റെ ഹൃദയം ഇനി, ഈ വചനം പറയുന്നല്ലോ, ശൗലിന് നിലവിലുള്ള ഒരു ഹൃദയം ശുദ്ധമാക്കിയ പോരെ കർത്താവേ? കമോൺ, നിങ്ങൾ എന്നോട് കണക്റ്റ് ആയേ. ശൗലിൻ്റെ നിലവിൽ, കർത്താവേ ഹൃദയത്തിനൊക്കെ കിട്ടാത്ത സാധനമാണ് ഹൃദയം. അപ്പൊ പിന്നെ നിലവിലുള്ള ഒരു ഹൃദയം ശുദ്ധമാക്കി എടുത്താൽ പോരെ കർത്താവേ? അവിടുത്തെ ഒരു കാറ്റിന് ശുദ്ധമാക്കാവുന്നതേ ഉള്ളൂ, അവിടുത്തെ ശ്വാസത്തിന് ശുദ്ധമാക്കാവുന്നതേ ഉള്ളൂ, അവിടുത്തെ വചനത്തിന് ശുദ്ധമാക്കാവുന്നതേ ഉള്ളൂ, അവിടുന്ന് ഒന്ന് നോക്കിയാൽ ശുദ്ധമാകാനേ ഉള്ളൂ. എന്തേ ദൈവമേ, തിരുവെഴുത്തിൽ ഇങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന്, ആ വാക്കൊക്കെ ഭയങ്കരമാണ്. ദൈവം അവന്, ദൂതനല്ല, ശമൂവേലല്ല, സ്വപ്നത്തിലല്ല, ലൈവായിട്ട് ദൈവം അവന്. അപ്പോ ഇത് ആർക്കേ പുതിയൊരു ഹൃദയമാക്കാൻ പറ്റൂ? ഇതൊരു പാസ്റ്റർക്ക് പറ്റുന്ന ഒരു കാര്യമല്ല, ഇതൊരു അപ്പോസ്തലന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഇതൊരു സുവിശേഷകന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഇത് മാനുഷികമായി ഒന്നും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും എനിക്കാണെങ്കിലും എൻ്റെ വീട്ടിലുള്ളവർക്കാണെങ്കിലും ലോകത്തിലുള്ള ആർക്കാണെങ്കിലും പുതിയൊരു ഹൃദയം വെക്കണമെങ്കിൽ ഇതൊരു കാർഡിയോളജിക് സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദൈവത്വ വ്യക്തമായി എൻ്റെ ഉള്ളത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നു. പുതിയ ഹൃദയം, പുതിയ തുരുത്തി. പുതിയ ഹൃദയം ഒരു പുതിയ തുരുത്തിക്ക് സമാനമാണ്. പുതിയ ഹൃദയം പുതിയ തുരുത്തിക്ക് സമാനമാണ്. പുതിയ തുരുത്തി പുതിയ ഹൃദയത്തിന് സമാനമാണ്. ശമൂവേൽ ശൗലിനെ
ശൗൽ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. അപ്പൊ നിലവിലുള്ളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ദൈവം തയ്യാറല്ല. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പരിപാടിയാട്ടോ അത്. നിലവിലുള്ളതിനെ കളയാണ്ട് മെല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് വെച്ച് കെട്ടി ഏച്ച് കെട്ടിയ മുഴച്ചേയിരിക്കും. ചെത്തേണ്ടതിനെ ചെത്തിക്കളയണം, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയണം. അത് എന്തോ ആണെങ്കിലും വേറൊരു ഹൃദയം കൊടുത്തു. ഇവിടുന്ന് അടുത്ത ഒരു റാങ്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം അതിശക്തമായി തൻ്റെ മേൽ വരുന്നു എന്നാ പറയുന്നത്. അടുത്ത താഴത്തെ വാക്യം ശമൂവേലിന്റെ പ്രവചന ശബ്ദം നിറവേറിയത് ദൈവത്തിന്റെ വേറൊരു ഹൃദയം ശൗൽ സ്വീകരിച്ചതിന് ശേഷമാണ്. പലരുടെയും ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ തടസ്സം ഹൃദയത്തിന്റെ ഏതൊക്കെയോ കോണിനകത്ത് കെട്ടിക്കിടക്കുന്ന പുറന്തള്ളാത്ത മാലിന്യങ്ങളാണ്, സ്വഭാവങ്ങളാണ്. പലരുടെയും ജീവിതം പച്ച പിടിക്കാത്തതിനെയും ഗുണം പിടിക്കാത്തതിനെയും കാരണം പോകുന്ന ചർച്ചിന്റെയോ പ്രാസംഗികന്റെയോ അവർ വിശ്വസിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെയോ തിരുവെഴുത്തിൻ്റെയോ കുറവ് കൊണ്ടല്ല, കുറ്റം കൊണ്ടല്ല, അവരുടെ ഹൃദയത്തിനകത്ത് അവരെ ഭരിക്കുന്ന, അവർ പണ്ടെങ്ങാണ്ടോ തന്നെ സ്നാനക്കുളത്തിനകത്ത് തന്നെ ഉരിഞ്ഞു കളയേണ്ടതായതും എന്നാൽ സ്നാനമേറ്റ് കരയിൽ കയറിയപ്പോൾ അതും കൂടെ വലിച്ചെടുത്തോണ്ട് വന്നതുമാകുന്ന പലതുമാകുന്നു. അല്ലെങ്കിൽ ജീവിത വഴിത്താരയിൽ എവിടെയോ അവരുടെ ഹൃദയത്തിലേക്ക് വലിച്ചു കയറ്റിയതാകുന്നു. ശൗലിന് അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞ് കർത്താവ് അങ്ങ് പുള്ളി എന്റർടൈൻ ചെയ്തില്ല. ശൗലിന് അഭിഷേകം ഉള്ളത് കൊണ്ട് പുതിയൊരു ഹൃദയം ദൈവം കൊടുത്തേ. നിനക്ക് പുതിയൊരു ഹൃദയം ഉണ്ടാകണമെങ്കിലും നിലവിൽ തന്നിരിക്കുന്ന ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ കൃപകളും വരങ്ങളും ശക്തിയും നിറയണമെങ്കിലും ഹൃദയത്തിനകം വിശുദ്ധമായിരിക്കണം. കുറ്റം പറയുന്ന ഒരു വ്യക്തി, പക കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി, കോപിക്കുന്ന ഒരു വ്യക്തി, വ്യസനിപ്പിക്കുന്ന ഒരു വ്യക്തി, ദുഷ്ക്രിയകൾ ചെയ്യുന്ന ഒരു വ്യക്തി, അന്യ ദൈവങ്ങളെ വണങ്ങുന്ന ഒരു വ്യക്തി, ആഭിചാരം വിശ്വസിക്കുന്ന, മന്ത്രവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, എവിടെ പോയാലും വിടുതലെന്ന് കേട്ടാൽ ദൈവവചന പ്രകാരമോ എന്നുള്ളത് നോക്കാതെ എവിടെയും പോകുന്ന ഒരു വ്യക്തി, പക കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി, ദുഷ്കാമം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി, അകൃത്യം ചെയ്യുന്ന ഒരു വ്യക്തി, പാപം ചെയ്യുന്ന ഒരു വ്യക്തി, സാത്താനുമായി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വ്യക്തി, ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? നിലവിലുള്ള ശൗലിനെ അങ്ങ് സർവീസ് ചെയ്തെടുത്താൽ മതിയായിരുന്നു. ഒന്ന് പോളിഷും കൂടെ ചെയ്താൽ മതി, മിനിങ്ങും. അതല്ല ശൗലിൽ ദൈവം ആഗ്രഹിച്ചത്. ശൗലിൽ വേറൊരു ഹൃദയം വേണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ശമൂവേലല്ല ആഗ്രഹിച്ചു, ദൈവം ആഗ്രഹിച്ചു. ആ ദൈവം തന്നെയാണ് ഞാൻ വിളിക്കുന്നത്, നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ആ ദൈവം അന്നത്തെ പോളിസി അതും ഇന്നത്തെ പോളിസി ഇതും എന്ന് പറഞ്ഞ് ബൈബിളിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇന്നും അഭിഷേകമുള്ളവന് വേറിട്ടൊരു ഹൃദയം ഉണ്ടാകണം. അഭിഷേകമുള്ളവന് വേറിട്ടൊരു ഹൃദയം ഉണ്ടാകണം. ഒരപ്പന്റെ ഹൃദയം ഉണ്ടാകണം, ഒരമ്മയുടെ ഹൃദയം ഉണ്ടാകണം, ഒരു സഹോദരന്റെ ഹൃദയം ഉണ്ടാകണം, സഹോദരിയുടെ ഹൃദയം ഉണ്ടാകണം, ദൈവത്തിന്റെ ഹൃദയം ഉണ്ടാകണം. വേറൊരു ഹൃദയം കൊടുത്തു. ഒരു ശുശ്രൂഷകനാകുമ്പോൾ അഭിഷേകം നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ വേറൊരു ഹൃദയം വന്നു എന്ന് പറഞ്ഞാൽ തീ പറപ്പിക്കാനുള്ള ഹൃദയമല്ല കർത്താവ് നമുക്ക് തരുന്നത്. ഒരപ്പന്റെ ഹൃദയം കൂടെയാ തരുന്നത്. ആർദ്രതയുള്ളൊരു ഹൃദയം, ആത്മഭാരമുള്ളൊരു ഹൃദയം, സമർപ്പണമുള്ളൊരു ഹൃദയം, ക്ഷമിക്കാനുള്ളൊരു ഹൃദയം, സ്നേഹിക്കാനുള്ളൊരു ഹൃദയം. ഇവിടെ മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും പറ്റുകയില്ല. ചിരി വരത്തില്ല. പക്ഷെ അഭിഷേകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് അഭിഷേകമുണ്ട്. മനുഷ്യരുടെ മുഖത്ത് നോക്കത്തില്ല. അഭിഷേകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അഭിഷേകത്തിന്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറാന്നാ പറയുന്നത്. എന്നാൽ ഇന്ന് എഫദായിൻ ജീസസ് മിനിസ്ട്രീസിൽ പരിശുദ്ധാത്മാവ് കയറ്റിയിരിക്കുന്ന ഓരോ അഭിഷിക്തരോടും ഞാൻ പറയുന്നു, അഭിഷേകമുള്ളവന് വേറിട്ടൊരു ഹൃദയം ഉണ്ടായിരിക്കണം. അതേ തിരുവെഴുത്ത് പറയുന്നുള്ളൂ. അഭിഷേകമുള്ളവന്
എന്നെ അഭിഷേകം ചെയ്ത വ്യക്തിയുടെ ഹൃദയവും നല്ല ബൈബിൾ പറയുന്നേ. അവിടുന്ന് പകർന്നിട്ട് വന്നു, അവിടുത്തെ ഹൃദയവും നല്ല പറയുന്നേ. അവിടുന്ന് പ്രാപിച്ചിട്ട് വന്നു, അവിടുത്തെ ലാംഗ്വേജ്, പുള്ളിയുടെ ശൈലി, പുള്ളിയുടെ രീതി നല്ല പറയുന്നേ. അഭിഷേകമുള്ളവന് വേറിട്ടൊരു ഹൃദയം എന്നാ പറയുന്നത്. വചനം നോക്കിയേ. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. വേറൊരു ഹൃദയം കൊടുത്തു എന്ന് പറഞ്ഞാൽ വേറിട്ടൊരു ഹൃദയമാണ്. വേറിട്ടൊരു ഹൃദയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തതിന് ഞാൻ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തതിന് ഞാൻ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ദൈവത്തെ കുറ്റം പറയുന്നവരെ അറിയാം. ഞാൻ അവിടെ മീറ്റിങ്ങിന് പോയി, ഇവിടെ മീറ്റിങ്ങിന് പോയി, ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചില്ല. ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നമ്മിലേക്ക് നോക്കി, ഞാൻ എന്നിലേക്ക് നോക്കിയാൽ മതി, എന്നിലേക്ക് നോക്കിയാൽ മതി. അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്നു തന്നെ സംഭവിച്ചു. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. എപ്പോ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഹൃദയം എന്നിൽ ഡെവലപ്പ് ചെയ്യുമോ അന്നു മുതൽ കാര്യങ്ങളിൽ വ്യത്യാസം വന്നു തുടങ്ങും. ബൈബിളാണ് എന്നോടത് പറഞ്ഞത്. അന്നു മുതൽ, അന്നു തന്നെ ഈ അടയാളങ്ങളെല്ലാം സംഭവിച്ചു എന്നവിടെ എഴുതി വെച്ചേക്കുമ്പോൾ, പുതിയ ഹൃദയം ഒരു വ്യക്തിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ മുതൽ സഹോദരി, സഹോദര, വ്യത്യാസങ്ങൾ ആരംഭിച്ചു തുടങ്ങും. അവർ അവിടെ ഗിരിയിങ്കൽ എത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെ എതിരേറ്റു വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് അവന്റെ മേൽ വന്നു. ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന് എഴുതിയാൽ പറ്റത്തില്ലേ? ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന് എഴുതിയാൽ പറ്റത്തില്ലേ? പറ്റും. നമ്മൾ അങ്ങനെ തന്നെ വായിക്കുകയും ചെയ്യും. നമ്മൾ അതിനെ വേണമെങ്കിൽ ശക്തി എന്നൊന്ന് കയറ്റുകയും ചെയ്യും. ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ശൗലിന്റെ മേൽ വന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായാൽ പോരാ, അഭിഷേകം ഉണ്ടായാൽ പോരാ, ശക്തി ഒരുവന്റെ മേലുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ അപ്പോസ്തല പ്രവൃത്തികളിൽ അഭിഷേകം ചെയ്ത വിധത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 10:38 ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും. ഇങ്ങനെ അവിടെ പറയുന്നത്. കർത്താവായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും. അപ്പോൾ ശക്തിയുടെ അഭിഷേകത്തിന് പ്രാധാന്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനും പ്രാധാന്യമുണ്ട്. എന്നാൽ ശക്തിയുടെ അഭിഷേകത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേറെയുണ്ട്. നിന്നെ വ്യത്യസ്തനാക്കുന്നത് ശക്തിയുടെ അഭിഷേകമാണ്. നിങ്ങളുടെ മിനിസ്ട്രി വ്യത്യസ്തമാക്കുന്നത് ശക്തിയുടെ അഭിഷേകമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മിനിസ്ട്രിയിലെ മാനിഫെസ്റ്റേഷൻസ് വെളിപ്പെടുന്നത് ശക്തിയുടെ അഭിഷേകത്തിലാണ്. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊഫറ്റിക്കൽ വെളിപ്പെടുന്നത് ശക്തിയുടെ അഭിഷേകമാണ്. ദൈവം ശക്തിയോടെ, യേശുവിനെ ശക്തിയോടെ അഭിഷേകം ചെയ്തതുകൊണ്ടാണ് കർത്താവിൻ്റെ പ്രവചന ശൈലിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു, പ്രവചന രീതിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ പ്രവചനം വേറെ ലെവലാ അല്ലേ? ആണ്. കർത്താവിൻ്റെ പ്രവചനം വേറെ ലെവലാ. തിരുത്താനില്ല. ഒന്നും കൂടെ ഒരു ട്രെയിനിങ്ങിന് വിടേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. കാര്യം എന്താ? കർത്താവ് കൊണ്ടു നടന്ന ഹൃദയവും അതുപോലെ വേറെ ലെവലായിരുന്നു. കർത്താവിൻ്റെ ഹൃദയത്തെ ഒന്നും അലട്ടത്തില്ല. നമ്മൾ ഈ മനുഷ്യരായതുകൊണ്ടാണ് നമ്മളെ എല്ലാം നമ്മളെ അലട്ടും. ക്രൈസ്റ്റിനെ ഒന്നും അലട്ടിയിരുന്നില്ല. അലട്ടലിൽ നിന്ന് പുറത്തു വരിക. നമ്മളാ ഏറ്റവും വലിയ അലട്ടലിൻ്റെ ഉദാഹരണം. നമ്മൾ തന്നെയാണ് നമ്മളെ അലട്ടുന്നത്. അത് നിങ്ങളത് മനസ്സിലാക്കണം. നമ്മളാണ് നമ്മെ അലട്ടുന്നത്. അതൊരു സൈറ്റാനിക് റിലമാണ്. നമ്മളെക്കൊണ്ട് നമ്മെ അലട്ടുന്നൊരവസ്ഥ, നമ്മളെക്കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് കുഴപ്പിച്ചിടുന്നൊരവസ്ഥ, നമ്മളെക്കൊണ്ട് തന്നെ വേറെ എന്തൊക്കെയോ വിശ്വസിപ്പിക്കുന്നൊരവസ്ഥ. യേശുവിൻ്റെ നാമത്തിൽ ആ ഇരുട്ടിൻ്റെ കൺട്രോളിനെ കട്ട് ചെയ്യുകയാണ്. ബൈബിൾ പറയുന്നു വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്നു തന്നെ സംഭവിച്ചു. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദൈവത്തിന് പ്രവർത്തിക്കാൻ 1.5 കൊല്ലമൊന്നും വേണ്ട.
അന്നു തന്നെ നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ പുതിയ ഒരു കാര്യം, ഒരു തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ എടുത്തേ. നിങ്ങൾ ഇതുവരെ, ഞാൻ ഇതിനു മുന്നേ ഒരു മെസ്സേജ് പറഞ്ഞു, നിങ്ങൾ ഇന്ന് വരെ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യണം. അതൊരു ഡിസിഷനാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിങ്ങൾ എടുക്കുന്നൊരു തീരുമാനം നിങ്ങൾക്ക് വേറൊരു ഹൃദയം കൊണ്ടുവരും. പ്രൈസ് ടു ജീസസ്. നിങ്ങൾ ഇന്ന് വരെ ആയിട്ടില്ലാത്തൊരു വ്യക്തിയാകാൻ തീരുമാനിക്കണം. നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ലാത്തൊരു ഡിസിഷൻ ദൈവനാമ മഹത്വത്തിനായി നിങ്ങൾ എടുക്കാൻ തയ്യാറാകണം. എനിത്തിങ്, ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുന്ന എന്തൊരു ഡിസിഷനും. നിങ്ങൾക്ക് ആരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ ഇനി ഞാൻ കഴിക്കത്തില്ല എന്ന് പറയണം. നിങ്ങൾ ആരോട് പിണക്കം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഇപ്പോൾ തന്നെ പോയി നിരപ്പാകുമെന്ന് പറയണം. ദൈവം നിന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനാണ്. ശമൂവേലിൽ നിന്ന് ശൗലിനെ അകറ്റിയതിൻ്റെ കാരണം ഒറ്റയ്ക്ക് ചില ഡിസിഷൻ എടുക്കാനാണ്. നിങ്ങൾ അങ്ങനെ അകന്ന് നിൽക്കുന്നവരുണ്ട്. കൂട്ടത്തിൽ നിന്നിട്ട് ഇപ്പം അകന്ന്, പല കാരണങ്ങളാൽ അകന്ന് നിൽക്കുന്നവരും ദൈവം അകറ്റിയവരും നിങ്ങളായിട്ട് അകന്നവരും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഒരു ടീമിൻ്റെ കൂടെ നിന്നിട്ട് അകന്നവരുണ്ടാകും. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് മിനിസ്ട്രി ചെയ്യുന്നവരുണ്ടാകും, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ടാകും, ഒറ്റയ്ക്ക് മറ്റൊരു വീടെടുത്ത് താമസിക്കുന്നവരുണ്ടാകും, മറ്റൊരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നവരുണ്ടാകും, അകന്ന് താമസിക്കുന്നവരുണ്ടാകും, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ടാകും, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ടാകും, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവരുണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, കൂട്ടുകാരെ, ദാസിദാസന്മാരെ, ഒറ്റയ്ക്ക് കർത്താവ് നിർത്തുമ്പം വെറുതെ ഒന്നും നിർത്തത്തില്ല. ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പവറും കൂടെ കർത്താവ് നമുക്ക് തരും. വേറൊരു ഹൃദയം എന്ന് പറഞ്ഞുള്ളവരെ കൂടെ തള്ളിക്കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് ആവണമെന്നല്ല കേട്ടോ, ബിബ്ലിക്കലിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രൈസ് ടു ജീസസ്. ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രാപ്തരാകുന്നത്. നിന്നെ പ്രാപ്തനാക്കാനാണ് ദൈവം ഒറ്റയ്ക്കാക്കുന്നത്. നീ കൂടെ നിന്നാൽ നീ എപ്പോഴും ഒരു തൊട്ടാവാടിയായിപ്പോൾ. തൊട്ടാവാടിയും തൊട്ടാലൊട്ടിയാവും. നിനക്ക് എപ്പോഴും ഒരാൾ കൂടെ വേണ്ടി വരും. പക്ഷെ നീ ഒറ്റയ്ക്കായാൽ നീ പലതിനും പ്രാപ്തനാകും. അതുകൊണ്ട് 7 ദിവസത്തെ ഒരു ട്രെയിനിങ് ഒറ്റയ്ക്ക് ഇരിക്കണം. ശമൂവേൽ പറഞ്ഞു ഒറ്റയ്ക്ക് ഇരിക്കണം, നീ കാത്തിരിക്കണം, നീ കാത്തിരിക്കണം. അന്നേരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് പുതിയ വേറൊരു ഹൃദയം ശൗലിന് കൊടുത്തത്. അവർ അവിടെ ഗിരിയിങ്കൽ എത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെ എതിരേറ്റു വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. ഓ മൈ ഗോഡ്, ശക്തിയോടെ എനിക്ക് പൗലോസ് എന്നേ വരുന്നുണ്ട്. നമ്മൾ കൂടുതൽ ലേഖനങ്ങളിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് ശക്തിയോടെ ശൗലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ പ്രവചിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു ഹൃദയവും ആത്മാവും അദ്ദേഹത്തിൽ സ്ഥാപിതമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളാനുള്ളൊരു ഹൃദയവും ആത്മാവിലെ ഒരുക്കവും ഉള്ളവനാണ് ദൈവത്തിൻ്റെ ഗിഫ്റ്റുകൾ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം ക്വാളിറ്റി ഉള്ളൊരു ഹൃദയം നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഈ വേർഡിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ വെച്ചു കൊടുക്കുകയാണ്. അതുപോലെ നിങ്ങളും വെച്ചു കൊടുക്കണം. എല്ലാം തികഞ്ഞവരാണെങ്കിൽ വിട്ടേക്കുക. അങ്ങനെയൊക്കെ തർക്കിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാം തികഞ്ഞ മനുഷ്യരുണ്ടോ പാസ്റ്ററെ? ആരുമില്ല. നീതിമാന്മാരെ തേടി അല്ലല്ലോ കർത്താവ് വന്നേ. പക്ഷെ എന്തിനാ ഈ വേർഡ് എനിക്ക് തന്നേക്കുന്നതെന്നറിയാവോ? ശോധന ചെയ്യാനാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എത്ര ദിവസത്തേക്ക് മാനസാന്തരപ്പെടണം കർത്താവിലായാൽ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്ന് മരിക്കുവോ അന്ന് വരെ മാനസാന്തരപ്പെടണം. ഞാൻ അങ്ങനെ പഠിപ്പിക്കൂ. എന്നെ ദൈവം അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്. എനിക്ക് കർത്താവ് തരുന്നവരെ ഞാൻ അങ്ങനെ പഠിപ്പിക്കൂ. ആ പഠിപ്പിക്കലിൽ മാറ്റമില്ല. മാറ്റം വരുത്താൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ എൻ്റെ മനസ്സും കൊണ്ട് ഒരു ദിവസം വെളിയിറങ്ങുന്ന വ്യക്തിയല്ല, ഞാൻ എല്ലാ ദിവസവും പുറത്തിറങ്ങുന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ മനസ്സ് ശുദ്ധീകരിക്കും. ഞാൻ ഇന്ന് കുളിച്ചിട്ട് ഇനി ഞാൻ എന്ന് കുളിക്കണമെന്ന് ചോദിക്കുന്ന പോലെ ഇരിക്കും. എത്ര ദിവസം മാനസാന്തരപ്പെടണം? സ്നാനത്തിൻ്റെ അന്ന് മാനസാന്തരപ്പെട്ടാൽ മതിയോ? എങ്കിൽ നിങ്ങൾ അന്നേ കുളിക്കാവൂ, പിന്നെ കുളിക്കുകയേ ചെയ്യരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ശോധന ചെയ്യണം, ഹൃദയം ശോധന ചെയ്യണം, മനസ്സ് ശോധന ചെയ്യണം, ചിന്ത ശോധന ചെയ്യണം. ഹൃദയം അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടും ദൈവത്തിൻ്റെ ആത്മാവിന് ഫങ്ഷൻ ചെയ്യാൻ
ശുദ്ധ ഹൃദയത്തിനെ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ടും ശുദ്ധാത്മാവാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടുമാണ് വേറൊരു ഹൃദയം ശൗലിന് കൊടുത്തു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കൃപകൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, എനിക്കിന്നു മുതൽ വേറൊരു ജീവിതം എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, വേറൊരു ജീവിതം എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മറ്റാർക്കുമല്ല ദൈവത്തിന് തരാൻ കഴിയുന്ന ഒരു ഗിഫ്റ്റ് അത്രേ പുതിയൊരു ഹൃദയം. നന്മ ചെയ്യാനും പുതിയൊരു ഹൃദയം നിനക്ക് വേണം. ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാനും പുതിയൊരു ഹൃദയം നിനക്ക് വേണം. പുതിയ ദൈവ സാന്നിധ്യം സ്വീകരിക്കാനും പുതിയൊരു ഹൃദയം നിനക്ക് വേണം. ദൈവത്തിന്റെ കൃപാവരങ്ങൾ വർക്ക് ചെയ്യാനും പുതിയൊരു ഹൃദയം വേണം. പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് ദൈവം തന്നാൽ പുതിയൊരു ആത്മാവിനെയും അവൻ നിന്റെ ഹൃദയത്തിനകത്ത് പകരും. പുതിയൊരു ആത്മാവിനെ നിന്റെ ഉള്ളത്തിൽ തന്നാൽ പുതിയ നിയമങ്ങൾ കൊണ്ട് അവൻ നിന്റെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യും. അതിനകത്താണ് പിശാചിന് കയറാൻ പറ്റാത്തത്, അതിനകത്താണ് സാത്താന് കടക്കാൻ പറ്റാത്തത്. പുതിയ ഹൃദയവും കൊണ്ട് ഒരുവൻ വീടിനകത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആത്മാവിനെ ബ്രേക്ക് ചെയ്യാനോ അവന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആത്മാവിനെ ബന്ധിക്കാനോ കഴിയാത്ത ഒരുവനാണ് സാത്താൻ. പുതിയ പ്രവചന ശബ്ദങ്ങളുള്ളവനല്ല, പുതിയൊരു ഹൃദയമുള്ളവൻ ഒരു വീട്ടിൽ താമസിക്കുന്നെങ്കിൽ, വേറിട്ടൊരു ഹൃദയമുള്ളവൻ, വേറിട്ടുള്ള ഒരു ആത്മാവുള്ളവൻ, വേറെ ഹൃദയമുള്ളവൻ ഒരു വീടിനകത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആത്മാവിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്തവനാണ് സാത്താൻ. In the name of Jesus. വേറൊരു ഹൃദയം. ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. നിങ്ങളൊരു പ്രവാചക അഭിഷേകം കൊതിക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് പുതിയൊരു ഹൃദയം. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിച്ചു കൊള്ളുക, കർത്താവ് നിങ്ങളുടെ മേലത് പകരും. പ്രവചിച്ചു. ഇതുകൂടെ വായിച്ച് നിർത്തുവാട്ടോ. അവനെ മുമ്പേ അറിഞ്ഞവരൊക്കെയും, ശ്രദ്ധിച്ചേ, വേറൊരു ഹൃദയം വന്നാൽ വേറൊരു ആത്മാവ് നിങ്ങളുടെ മേൽ വരും. ആര് നിങ്ങൾക്ക് ഹൃദയം തരുന്നോ അവൻ്റെ ആത്മാവേ വരത്തുള്ളൂ. ക്ലിയർ? നിങ്ങൾ ഹൃദയം വെച്ചു തരാൻ ആരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു അവൻ്റെ ആത്മാവായിരിക്കും നിങ്ങളുടെ മേൽ ഫങ്ഷൻ ചെയ്യുന്നത്. സാത്താനീയ ഉദ്ദേശത്തിന് വേണ്ടി മനസ്സും ജീവിതവും സമർപ്പിച്ചവരെ പിന്നെ നമ്മൾ നോക്കണ്ട. കാര്യമെന്ന് പറഞ്ഞാൽ അവർ സമർപ്പിക്കപ്പെട്ടവരാ സാത്താന് വേണ്ടി. എന്നാൽ എനിക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവൻ്റെ സമർപ്പണം ദൈവത്തിലാണ്. അവനെ ഹെൽപ്പ് ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഞാൻ പോകുന്ന വഴി എനിക്ക് ശരി എന്ന് ഉറച്ചു തീരുമാനിച്ച ഒരു വ്യക്തിയെ പിന്നെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ എൻ്റെ വഴിയിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് തിരിച്ചറിഞ്ഞാൽ, ഞാൻ വന്ന വഴി തെറ്റാണോ എന്ന് ഒരുവൻ ചിന്തിച്ചാൽ ദൈവത്തിന് അവനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞാൻ എല്ലാം കൊണ്ടും ഓക്കെ ആണെന്ന് തീരുമാനിച്ചുറച്ചിരിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഒന്നും ദൈവത്തിന് ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ മതിയോ എന്ന് ചിന്തിച്ച് തുടങ്ങുന്നവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ശൗലിനെ അറിഞ്ഞ വ്യക്തികൾ, ദൈവം നിന്നെ പുതിയൊരു ഹൃദയവും പുതിയൊരു ആത്മാവും പ്രാപിച്ചാൽ ആദ്യം കൊണ്ടുവരുന്നത് നിന്നെ മുന്നേ അറിഞ്ഞവരുടെ ഇടയിലായിരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങളൊരു സബ്ജക്റ്റ് ആവും, നിങ്ങളൊരു വിഷയമാവും. പരിഹസിക്കാനായിരിക്കാം അവർ ആദ്യം വായി തുറക്കുന്നത്, പിന്നത്തേതിൽ പ്രവർത്തികൾ കണ്ട് അവർ നിന്നെ അംഗീകരിക്കുന്ന ഒരു സമയം വരും. ആമേൻ. പരിഹസിക്കാനും പുച്ഛിക്കാനും വേറൊരു പണിയും കിട്ടാത്തതുകൊണ്ടായിരിക്കും അല്ലേ മൈക്കും പിടിച്ചുകൊണ്ടിരിക്കുന്നേ എന്ന് ചോദിച്ച മൂപ്പന്മാരുടെയൊക്കെ മുമ്പിൽ കർത്താവിന്ന് ആ വാക്കിനെയൊക്കെ തിരുത്തിയൊരു ചരിത്രം പറയാൻ എനിക്കുണ്ട്. ഇപ്പം ഇതാണോ പണി എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല പണി ഇതാണ് എന്ന് പറയത്തക്ക നിലയിൽ ദൈവം നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്, എന്നെ സംബന്ധിച്ച് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ചോദിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു പണിയും കിട്ടാത്ത ആരെയെങ്കിലും ഒന്ന് ഈ പണിക്ക് ഇറക്കി കാണിച്ചു തരാവോ? അങ്ങനെ ഒന്നും എടുത്തോണ്ട് ഇറങ്ങാൻ പറ്റുന്നൊരു പണിയല്ല ഇതെന്ന് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. എടുത്തത് പണിയായി എന്ന് നിങ്ങൾ പറയും. ഹല്ലേലൂയ. അങ്ങനെയൊന്നും വയറ്റിപ്പഴപ്പിന് എടുത്തോണ്ട് ഇറങ്ങാൻ പറ്റുന്ന സാധനം അല്ല ചങ്ങാതി ഈ പുസ്തകം. ഇതിനൊരു വിളിയുണ്ട്, ഇതിനൊരു സമർപ്പണമുണ്ട്, ഇതിനൊരു അഭിഷേകമുണ്ട്, ഇതിനൊരു നിയോഗമുണ്ട്, നടത്തിപ്പുണ്ട്. ഇതിന് ഏറ്റവും വലുതായിട്ട് നമ്മൾ
എഫേർട്ട് ഇടേണ്ട ഒരു ജോബാണ് ഈ ജോബ്, സുവിശേഷ വേല. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. അങ്ങനെയൊന്നും നമുക്ക് എടുത്തോണ്ട് ഇറങ്ങി അങ്ങനെ സ്തോത്രം. നിന്റെ ദൈവം ആ പുതിയൊരു ഹൃദയവും പുതിയൊരു ആത്മാവും പുതിയൊരു ശക്തിയൊക്കെ പകർന്നതിന് ശേഷം കർത്താവ് നിങ്ങളെ ഒരു ടെസ്റ്റിമണി ആക്കാൻ ദൈവം നിങ്ങളെ മുന്നേ പരിചയമുള്ളവരുടെ മുമ്പിൽ നിർത്തും. നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ശബ്ദം പരിഹാസത്തിൻ്റെതായിരിക്കാം, കുറ്റപ്പെടുത്തലിൻ്റെതായിരിക്കാം, ആക്ഷേപത്തിൻ്റെതായിരിക്കാം, മുറിവേൽപ്പിക്കുന്നവരുടെ മുമ്പിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. ശൗലിൻ്റെ മുമ്പിൽ നിങ്ങളും ശ്രദ്ധിച്ചേ, അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അവനെ മുമ്പേ അറിഞ്ഞവരൊക്കെയും അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ കീശിന്റെ മകന് എന്ത് സംഭവിച്ചു? ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ജനം തമ്മിൽ പറഞ്ഞു. അതിന് അവിടുത്തുകാരിൽ ഒരുത്തൻ, ആരാകുന്നു അവന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു. ആകയാൽ ശൗലും ഉണ്ടോ പ്രവാചക ഗണത്തിൽ എന്നുള്ളത് പഴഞ്ചൊല്ലായി തീർന്നു. അവൻ പ്രവചിച്ചു കഴിഞ്ഞ ശേഷം ഗിബയിലെത്തി. ഞാനൊരു ദൂത് പറയാം. ഇന്ന് നിങ്ങളുടെ ജീവിതം പഴഞ്ചൊല്ലുപോലെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പലരുടെയും മുമ്പിലല്ലേ ഇന്ന് നിങ്ങൾ നിൽക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, സഹോദരനും സഹോദരിയുമൊക്കെ ഇതുവരെ കരുതിയിരിക്കുന്നത് ദൈവം എന്നെ ഉപേക്ഷിച്ചത് കൊണ്ടായിരിക്കും, ദൈവം എന്നെ കാണാത്തത് കൊണ്ടായിരിക്കും, കണ്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും, തിരഞ്ഞെടുത്തിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും, എൻ്റെ വിധി ഇതായിരിക്കും എന്നൊക്കെ അല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, ഒരു പഴഞ്ചൊല്ലായി തീർന്നൊരു ചരിത്രം ശൗലിനും പറയാനുണ്ട്. പക്ഷെ ദൈവം അവനെ മാനിച്ചതും മാറ്റിയതും ഉപയോഗിച്ചതുമായ രീതി പിന്നത്തേതിൽ വേറെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ കൂട്ടം മാറും. നീ പ്രവാചക കൂട്ടത്തിൻ്റെ കൂടെ ചേരും, നീ ദൈവമുള്ള കൂട്ടത്തിൻ്റെ കൂടെ കൂടും. നീ ദൈവമുള്ള കൂട്ടത്തിൻ്റെ കൂടെ കൂടിയാൽ നിന്നെ ചൊല്ലി നിന്റെ പേരിൽ പഴഞ്ചൊല്ലുകൾ പോലും ചിലപ്പോൾ അച്ചടിച്ച് പുറത്തിറങ്ങി എന്നിരിക്കും, പരിഹസിച്ചെന്നിരിക്കും, ഇവനെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ എന്ന് വരെ ചിന്തിച്ചു എന്നിരിക്കും. പക്ഷേ ദൈവം നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുമെന്നുള്ളത്, ഈ പഴഞ്ചൊല്ലുകാരുടെ വാക്കിൽ കുടുങ്ങി തട്ടി വീണില്ല എന്നുള്ളതും, പ്രവചിച്ചതിന് ശേഷം ശൗൽ പ്രവചിച്ച് കഴിഞ്ഞ ശേഷം ഗിബയിൽ എത്തി എന്നുള്ള വചനം വെളിപ്പെടുത്തുന്നത് ആരുടെ വാക്കിലും നീ തട്ടി വീഴത്തില്ല. നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് ദൈവം എത്തിച്ചിരിക്കും. ദൈവമാണ് നിനക്കൊരു ഹൃദയം തന്നതെങ്കിൽ, ദൈവമാണ് നിങ്ങളുടെ മേൽ ആത്മാവിനെ പകർന്നതെങ്കിൽ, ദൈവമാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ, ദൈവമാണ് നിങ്ങളെ അഭിഷേകം ചെയ്തതെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ എൻ്റെ ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും. എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടാകാം. ഇന്ന് പലരും നിങ്ങളെക്കുറിച്ച് പഴഞ്ചൊല്ല് പറയുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ജീവിത വ്യസനത്തിനകത്തായിരിക്കാം. പക്ഷെ ദൈവാത്മാവിൽ വിശ്വസിക്കുക, ഹൃദയത്തെ പുതുക്കുക, രൂപാന്തരപ്പെടുക, ഹൃദയത്തെ പുതുക്കുക, ദൈവിക അഭിഷേകത്തെ പ്രാപിക്കുക, ഹൃദയത്തെ പുതുക്കുക, ദൈവിക അഭിഷേകത്തെ പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്താൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവരൊന്ന് പ്രാർത്ഥിച്ചേ. നിനക്ക് ദൈവം പ്രയോജനം നൽകും, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ പ്രയോജനം. ദൈവത്തിന്റെ ആത്മാവേ ഒന്ന് ക്ഷണിച്ചേ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ക്ഷണിച്ചേ. ഇന്ന് നിങ്ങളുടെ ജീവിതം ഒരു പഴഞ്ചൊല്ലുപോലെ ആയി തീർന്നിട്ടുണ്ടാകും, പഴഞ്ചൊല്ലുപോലെ. പക്ഷേ ദൈവം അത് മാനിക്കും. നിന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ച കാര്യത്തിൽ ദൈവം അത് നടപ്പാക്കി കാണിക്കും. ഇവരെ കൊണ്ടൊക്കെ കഴിയുമോ എന്ന് ചോദിച്ച സ്ഥാനത്ത് ദൈവം അതിന് തെളിവുകളിടും. നിന്നെ ദൈവം ഒറ്റയ്ക്ക് നിർത്തിയിരിക്കുന്നത് ഒരു മഹത്വം കാണിക്കാനാണ്, നിന്നെ കൈപ്പബിൾ ആക്കാനാണ്. നിന്നെ ദൈവം ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടിയിട്ടാ കുഞ്ഞെ ചില ഒറ്റപ്പെടലുകൾ അനുവദിച്ചത്. നിന്നെ ദൈവം ഇൻഡിപെൻഡന്റ് ആക്കാനാ. നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാകണം എന്നാ ദൈവത്തിന്റെ ആഗ്രഹം. പുതിയ തീരുമാനമെടുക്കുക, ഹൃദയത്തിനകത്ത് പുതിയ തീരുമാനം എടുക്കുക, പുതിയൊരു ചുവട് വെക്കുക. ഞാൻ ഇതുവരെ ചെയ്യാത്തത് ഞാൻ ചെയ്യും, ഇതുവരെ ഞാൻ മൂവ് ചെയ്യാത്ത ആ ഒരു തലത്തിലേക്ക് ഞാൻ മൂവ് ചെയ്യും, ഇതുവരെ ഞാൻ എടുക്കാത്ത ഒരു ഡിസിഷൻ ഞാൻ എടുക്കും. എനിക്ക് പുതിയൊരു ഹൃദയം വേണം. പുതിയൊരു ഹൃദയമുള്ളവന് പുതിയൊരു ആത്മാവുണ്ട്, പുതിയ ആത്മാവുള്ളവന് പുതിയ വരങ്ങളുണ്ട്. വരങ്ങൾ ഉപയോഗിക്കണമെങ്കിലും പുതിയൊരു ഹൃദയം വേണം. നിന്നെ ഒരു കൂട്ടത്തിൽ നിന്ന് ഇന്ന് മാറ്റി നിർത്തിയിരിക്കുന്നുവെങ്കിൽ
ദൈവത്തിന് അതിൻ്റെ പിന്നിൽ ഒരു വലിയ ദൈവിക ഉദ്ദേശമുണ്ട്. വേർപിരിഞ്ഞ സമയത്ത് പുതിയ ഒരു ഹൃദയം ശൗലിൻ്റെ മേൽ വന്നത്. വേറൊരു ഹൃദയം, വേറിട്ടൊരു ഹൃദയത്തിൻ്റെ ഉടമയാക്കാൻ ദൈവം നിന്നെ ക്ഷണിക്കുന്നു. അസാധാരണമാകുന്നൊരു ദൈവിക സ്പർശനം ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആരുടെയൊക്കെയോ ഹൃദയം കത്തുന്നു. ഹൃദയം കത്തുന്നു. എല്ലാ പകയും, എല്ലാ കയ്പും, എല്ലാ വ്യാജവും, എല്ലാ കപടതകളും, എല്ലാ മറഞ്ഞിരിക്കുന്ന പാപങ്ങളും കത്തിമാറ്. ദൈവം നിന്നെ ശുദ്ധീകരിച്ചാണ് പുറത്തെടുക്കുന്നത്. പൊന്നുപോലെ അവൻ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. സൗഖ്യങ്ങൾ തടയുന്നുണ്ടെങ്കിൽ, നന്മകൾ തടയുന്നുണ്ടെങ്കിൽ അത് ഹൃദയവുമായി വലിയ പ്രാധാന്യമുണ്ട്. ഹൃദയവുമായി വലിയ പ്രാധാന്യമുണ്ട്. പുതിയൊരു ഹൃദയം വരട്ടെ, പുതിയൊരു ഹൃദയം വരട്ടെ, പുതിയൊരു ഹൃദയം വരട്ടെ, പുതിയൊരു ആത്മാവ് വരട്ടെ, പുതിയൊരു ശക്തി വരട്ടെ. The name of Jesus. വിശ്വസിക്കുന്നവരിലേക്ക് അത് സംഭവിക്കട്ടെ. എല്ലാ പിണക്കങ്ങൾ, എല്ലാ അശുദ്ധികൾ, എല്ലാ പക, പഴയ ഓർമ്മകൾ, കോപം, ദേഷ്യം, വാശി, ദുർശാഠ്യം എല്ലാം വിട്ടുമാറട്ടെ. ഇതേ ശൗല് തന്നെ ഹൃദയത്തിനകത്ത് ദുഷ്ടത കലർന്നപ്പോഴാണ് യഹോവയുടെ ആത്മാവ് വിട്ടുമാറിയത്. ഇതേ ശൗല് തന്നെ ദുഷ്ടത ഹൃദയത്തിനകത്ത് കലർന്നപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് വിട്ടുമാറിയത്. കുഞ്ഞേ, ജീവിതത്തിൽ എന്തും നഷ്ടപ്പെടുത്താം, പക്ഷെ എൻ്റെ അബ്ബായുമായിട്ടുള്ള റിലേഷൻ, ഓ മൈ ഗോഡ്, എന്തും നഷ്ടപ്പെടാം, പക്ഷെ എൻ്റെ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതെന്റെ ഈ ലോകത്തിലുള്ള ഒരു ബന്ധങ്ങൾക്കും പകരമാകത്തില്ല. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. നിന്നെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത്, ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഉള്ളതുപോലെ അറിയുന്നത് എൻ്റെ ദൈവമല്ലാതെ മറ്റൊരാളല്ല. ശൗലേ, നിനക്ക് അഭിഷേകം ചെയ്തപ്പോ നിനക്ക് വേറൊരു ഹൃദയം വേണമെന്ന് അഭിഷേകം ചെയ്ത ശമൂവേലിന് അറിയത്തില്ലായിരുന്നു. പക്ഷേ നിന്നെ അഭിഷിക്തനാക്കാൻ തെരഞ്ഞെടുത്ത കർത്താവിന് അറിയായിരുന്നു, ശൗലേ, നിനക്ക് വേറൊരു ഹൃദയം വേണം. സെയിം വേ നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അത് നിങ്ങൾ പറയുമ്പോഴല്ല ദൈവം അറിയുന്നേ, നിങ്ങൾ പറയുന്നതിന് മുൻപേ അറിഞ്ഞിരിക്കുന്നു. പക്ഷേ ദൈവം വെച്ചു കൊടുക്കുന്ന വേറൊരു ഹൃദയത്തെ സൂക്ഷിക്കാൻ കഴിവുള്ള ഒരുവന്റെ മേലാണ് ദൈവം പകരാൻ തയ്യാറാകുന്നത്. ദൈവം കൊടുക്കുന്ന എന്തൊന്നിലും ഫെയ്ത്ത്ഫുൾ ആയിരിക്കാൻ, ദൈവം കൊടുക്കുന്ന എന്തൊന്നിലും ഫെയ്ത്ത്ഫുൾ ആയിരിക്കാൻ ഒരു വേറിട്ട ഹൃദയമുള്ളവന് കഴിയും. ദൈവം കൊടുക്കുന്ന ഫാമിലി, ദൈവം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവ് കൊടുക്കുന്ന ബന്ധങ്ങൾ, ദൈവം കൊടുക്കുന്ന റവന്യൂ, ഇൻകം, ദൈവം കൊടുക്കുന്ന സഭ, ശുശ്രൂഷകൾ, അഭിഷേകം, ഇതിലെല്ലാം വിശ്വസ്തത പുലർത്തുവാൻ
വേറിട്ട ഒരു ഹൃദയമുള്ളവന് കഴിയും. ദൈവം ഒരാൾക്ക് വേറിട്ടൊരു ഹൃദയം കൊടുക്കുമ്പോൾ അവൻ വേറിട്ടൊരുവനായി ഒരുവന്റെ മുമ്പിൽ വെളിപ്പെടണം, അവനെ തന്നെ കാണിക്കണം എന്ന ഉദ്ദേശത്തിലാകുന്നു കർത്താവ് ഒരുവന് വേറെ ഹൃദയം കൊടുക്കുന്നത്. അല്ലാതെ പുള്ളി ഇന്ത്യയിലെ ബെന്നിഹീൻ ആണെന്ന് കാണിക്കാനല്ല. എന്നെ കർത്താവ് അഭിഷേകം ചെയ്യുന്നത് വേറിട്ടൊരു ഹൃദയമുള്ളവനാകുന്ന യേശുവിനെ കാണിക്കാനാ. ഹല്ലേലൂയ. അങ്ങനെ വ്യത്യസ്തത പുലർത്തുന്ന ചിലരെ കർത്താവ് ഈ സെക്കൻഡിൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തത പുലർത്താൻ ആഗ്രഹിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു ഭയങ്കര വ്യത്യാസം വെളിപ്പെടും സഹോദരി. നിന്റെ പ്രവചനത്തിനകത്ത് ഭയങ്കര വ്യത്യാസം വെളിപ്പെടും സഹോദരി. നിന്റെ ക്യാരക്ടറിൽ ഒരു ഭയങ്കര വ്യത്യാസം വെളിപ്പെടും കുഞ്ഞെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അങ്ങനെ ആഗ്രഹിക്കുന്നവനെ സ്വർഗം പണിയുന്നു. ഞാൻ ഫെയ്ത്ത്ഫുൾ ആയിരിക്കട്ടെ. പിതാവേ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി, പണിതതിനായി സ്തോത്രം. കർത്താവേ, എന്നെ കാണുന്ന ഓരോ ദൈവമക്കളെയും അവിടെ നിന്ന് അനോയിന്റ് ചെയ്തിരിക്കുന്നതിനായി നന്ദി. അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു മിനിസ്ട്രി, അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ഞങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യ സാന്നിധ്യം സൂക്ഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയും ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിനെയും ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മറച്ചു പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെ ശക്തരാക്കണമേ. ഇവരുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു മറുപടി വെളിപ്പെടട്ടെ. ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തിൽ അങ്ങനെ തന്നെ പറയുന്നല്ലോ, അന്ന് തന്നെ അതിൻ്റെ അടയാളങ്ങളെല്ലാം വെളിപ്പെട്ടു എന്ന്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങളുടെ ടെസ്റ്റിമണീസ് നിങ്ങൾക്ക് അറിയിക്കാം. ഞങ്ങളുടെ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും നടക്കുന്ന ഞങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് സൂം ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം പുതിയ ഒരു സന്ദേശവുമായി കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ ദൈവം നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ആമേൻ.